ഗൈസ്, അപ്പോൾ ഫൈനലി ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റാഷിൻ്റെ വണ്ടി പോവാന്ന പരിപാടിയിലാണുള്ളത്. അപ്പോൾ റാഷി നമ്മളെ ഗേറ്റ് ഇവിടെ ഇട്ടിട്ട് പോകുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പം വെക്കാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോലോ ജസ്റ്റ് വേണമെന്ന് ചോദിക്കണം. വണ്ടിയിൽ വീണ്ടും ഞമ്മ വണ്ടിയിൽ കയറി ഇപ്പോൾ ആ സ്പോട്ടിലൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഗെയ്സ് ഇപ്പോൾ ഫൈനലി അങ്ങ് പിന്നെ ആ ഒരു സ്പോട്ടിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി. റാശി മറ്റേ ചൂണ്ട അത് ഇതെല്ലാം എടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെറിയ ചെറിയ ഹാൻഡ്ലിങ് ഒരു ബാഗെല്ലാം ഉണ്ട് കയ്യിൽ. എന്തെങ്കിലും സാധനം ഉണ്ടാവും മീൻ പിടിക്കുന്നത്. ഇതെന്ത് മാന്ത്രിക വടിയാ കയ്യിൽ? എനിക്ക് വന്ന് കുറച്ച് മാജിക്കും കൂടി ഉണ്ടാന്ന് തോന്നി. ആ പാലത്തിൻ്റെ അടുത്തേക്ക് എന്താ തോന്നിയാ? റാശി ഞാൻ പറഞ്ഞു ജിമ്മിൻ്റെ മാസം കൂടിയാണ്. ശരീരം ജിമ്മിൽ ഇതാക്കിയിട്ട് റാശി പറഞ്ഞ മുമ്പ് എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന്. വന്നിട്ടാകുമ്പോൾ ഇവിടെ വെച്ചിങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് പോരെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഒരേപോലെ ഈ നെല്ലിക്കുന്ന അപ്പുറത്തേക്ക് പോയിട്ട് എന്തൊരു കാണാനൊരു പുതുമയല്ല എന്തില്ല. അപ്പം ചേഞ്ച് ആക്കിയിട്ടൊന്ന് വരാൻ നല്ല പ്ലാനിലാണ് ഞാനുണ്ടായി. അപ്പം അങ്ങനെ മെല്ലെ ഈ ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10-20 മീറ്റർ കൂടി നമുക്കൊന്ന് ഇങ്ങനെ നടന്നിട്ട് പോയെങ്കിൽ അടുത്തേക്ക് എത്തി. ഞാൻ പറഞ്ഞത് നമുക്ക് ഫാമിലി എല്ലായിട്ടൊന്ന് എൻ്റർടൈൻമെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വരാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണിത്. പിന്നെ എന്ത് മോശമില്ല. അല്ലെങ്കിൽ കച്ചറ അങ്ങനത്തെ എന്തില്ലാന്ന്. പിന്നെ നമുക്ക് ഈ ഒരു പ്രകൃതി നമ്മൾക്ക് ഒന്ന് സമ്മാനിക്കുന്ന കാഴ്ചകൾ. ഇതിൻ്റെ കയ്യാക്കെല്ലാം ഉണ്ടല്ലോ. കയ്യാക്ക് ഇതെന്താ കയ്യാക്കല്ലേ? ഇത് കയ്യാക്ക ഇത് എന്താ എന്താ ആ ഒരു സൺസെറ്റിൻ്റെ ഒരു സമയവും കാര്യങ്ങളെല്ലാം വല്ലാത്തൊരു ഉണ്ടോ. കുറേ പിള്ളന്മാർ ഇതാ കുളിക്കുന്നു. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേറിൽ ഇങ്ങനെ നടന്നിട്ട് പോയ കാലിൻ്റെ പാടെല്ലാം കണ്ടില്ല. ആ പറയടാ. ചാനലിൻ്റെ പേരില്ലേ മൈ ട്രാവൽ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ ചാനൽ. അയിലുണ്ടല്ലേ? അയിലുണ്ട്.
ഇത് യൂട്യൂബ് പർപ്പസിന് വേണ്ടിയിട്ട്. അയ്യോടാ എൻ്റെ ചെരുപ്പ് പോയാ കാലുണ്ടോ? ഓക്കെ, താങ്ക് യു. ട്രാവൽ ക്യാമ്പിംഗ് എന്ന് പറയുന്നത് രാവിലെ എത്ര എനിക്ക് വന്നു. എൻ്റെ ഇതിൻ്റെ ഭയങ്കര ചൂടായിനാണ് പുക വന്നു അല്ലേ അല്ലേ. ഇഞ്ചൂറുണ്ട് യമാൻ്റെ നല്ല കമ്പനി മോട്ടറുണ്ട് വരുന്നത്. ഈ മറ്റേ ടോണിക്കല്ല വരുന്നത്, ആ കമ്പനിയിൽ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു പ്രൊസസ്സർ എന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ തോണിനൊന്ന് ബെൽച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടിയിട്ട് ഒത്തു പിടിച്ചത് അങ്ങനെ പള്ളി പിടിച്ച് അങ്ങനെ ബെൽറ്റുന്നുണ്ട്. തോണിനൊന്ന് മുകളിലേക്ക് എത്തിക്കണം. ഉണ്ടോ? കുറേ 14 ആൾക്കാരുണ്ട് ഇപ്പോൾ. പിന്നെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ പിന്നെ ചെറിയൊരു തിരിയാനുള്ളൊരു സംവിധാനം കൂടി വേണം, ഒരു നമുക്ക് ടയർ പോലെ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. അവിടെ ഒരു റോള് കണ്ടോ, അതുപോലെ എന്ത് പ്ലാസ്റ്റിക്കിനായിട്ടുണ്ടോ അത്. ആ താഴെക്കിടുന്ന എന്ത് പ്ലാസ്റ്റിക് അത്, അതാ ഈ സാധനം ഈ വെക്കുന്നത് പ്ലാസ്റ്റിക് അല്ല, PVC യാ. നല്ല വെയിറ്റ് ഉണ്ടാവും ഇത്. എത്ര വെയിറ്റ് ഉണ്ടാവും ഇത്? അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കയറ്റി വന്നാൽ ഓർക്കിയിൽ കുറച്ച് എക്സ്പെർട്ടുള്ള ആയനൊക്കെ ഉണ്ട് അങ്ങനെ കയറ്റുന്നല്ലാതെ. അമ്മ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പോട്ടെ 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 റൈറ്റ് പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ ഇങ്ങനെ പോന്ന് നോക്കാം നമുക്ക് അല്ലേ. എത്തിയില്ല, അപ്പോൾ കുറച്ച് സൈഡ് വലിക്കുന്നതാണ്. അത് ടയർ കുറച്ച് തിരിഞ്ഞ് അങ്ങ് ആടത്തേക്ക് എത്തണത്, ആ ഭാഗത്തേക്ക് എത്തണത് ഫുള്ള് കയറിയിട്ട് അതിൻ്റെ മീത്ത ടോപ്പിലേക്ക് എത്തും. അനങ്ങനെയും കൂടി ഇല്ല. ഞാൻ ചെറുങ്ങനെ ഞാൻ കൈ കൊടുക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊരു ആട്ടല്ല ചെറുങ്ങനെ ഒന്ന് കൈ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കോണ കിട്ടുന്ന. സോ ഗൈസ്, ഇപ്പോൾ ഫൈനലി ഇപ്പോൾ നമ്മൾ തോണിയെല്ലാം മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിയിൽ അത് മീനെല്ലാം ചൊരിയുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് നോക്കി നേരെ പോവാം ക്രാഷിൻ്റെ അടുത്തേക്ക്. ആ തോണി ഇങ്ങനെ ഒട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഉരുളാണ് പ്ലാസ്റ്റിക്. നല്ലോണം താങ്ങി പോയി. ഫ്രഷ് ആയിട്ട് അങ്ങനെ ഉണ്ട്. പോപ്പിലിട്ടാ അപ്പോൾ വീട് തന്നെ പിന്നെ മീൻ മേങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ആളുണ്ട് കുറച്ച്. അപ്പോൾ വീടിന് ഇപ്പോൾ നമ്മൾ അതിലെ മേങ്ങുന്നതില്ലേ എങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന എണ്ണത്തിന് 10, 8 ഇപ്പം 100 രൂപയ്ക്കില്ലേ? ഇതെല്ലാം എത്ര ഉണ്ടാവും? 15 ഉണ്ടാവും. നല്ല ഫ്രഷ് മീനായിരുന്നു അല്ലേ. ചെക്ക് പോസ്റ്റിൽ നിന്ന് അവർ നിന്നിട്ടുണ്ട്. എല്ലാം നോക്കുക, നല്ല പുള്ളിൻ്റെ എല്ലാം തല പറിക്കുക അല്ലേ. നോക്കറോ, ഭയങ്കര ബേജാറായിട്ടൊന്ന് കാണുമ്പോൾ. ഇത് കരിമീൻ്റെ കുഞ്ഞല്ലേ? അത് പള്ളത്തി
നമുക്ക് പിടിച്ച കയ്യിൽ പിടിച്ച കയ്യിൽ പിടിക്കും നേരെ കാണിച്ചു കൊടുക്കല്ലേ ഇതാ കണ്ടാ എങ്ങനെ നല്ല പാങ്ങുണ്ടല്ലോ കാണാൻ ഇതാര് പിടിച്ചേ മുഹമ്മദ് മുഹമ്മദ് അപ്പം ഈ പിടിച്ചോനെയും കൊണ്ട് ഞാൻ കാണിച്ചു കാണിക്കറാ മൂട് കാണിക്കറാ നോക്കട്ടെ ജോനെ പിടിച്ചു ശരി ജോൻ നമ്മളൊക്കെ ഉണ്ടായിരുന്നു പൊട്ടയാടുന്ന് നീ ഇപ്പോൾ വന്നിട്ട് പിടിച്ചതാ നമ്മളെ മറ്റേ ഇച്ച ചെമ്പലിനൊക്കെ കാണിക്കുക പൊന്തിക്ക് എന്ത് വണങ്ങ് കുറച്ച് അത് പൊട്ട് കാണിച്ചാൽ തിന്നല്ലേ മറ്റേ പിന്നെ ഒന്നെന്ത് അത് കാണിക്കും ഇതാ കരിമീൻ പടക്കുന്നിതാ കണ്ടാ പടക്കുന്നുണ്ടാ ഇങ്ങനെ റാശിക്കാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാൻ മീൻ പിടിക്കാൻ പറഞ്ഞത് ഇക്ക നോർത്ത് പോകുന്നു പിന്നെ ഇക്ക സൗത്തിലേക്ക് പോകുന്നുണ്ട് കുറേ മീൻ പിടിക്കുന്ന തോന്നുന്നു എല്ലാം കൂടിയിട്ട് പയ്യെ കാണിച്ചു തരാം അത്ര എൻ്റെ ചാനലിൻ്റെ നെയിം മൈ ട്രാവൽ ക്യാമ്പിങ്